പത്തനംതിട്ടയിൽ നിന്ന് ഒരു പ്രധാന വാർത്ത വരുന്നു. മൗണ്ട് സിയോൺ ലോ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ പുഴു. പ്രഭാത ഭക്ഷണത്തിന് വിളമ്പിയ സാമ്പാറിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഒരു പൊണ്ണോட പ്ലേറ്റിൽ പുഴു ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ടൈം നടക്കല, കുറേ ദിവസം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആഴ്ചക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയാച്ച് അറ്റ്ലീസ്റ്റ് മുടി കിട്ടും, പുഴു കിട്ടും. ഇങ്ങനെ കഴിക്കുമ്പോൾ അൺഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ എന്താകും, വയറ് വല്ലാതെ പോയി പിന്നെ വയറുവേദന എല്ലാം വന്ന് കുറേ ആൾക്കാർ ഹോസ്പിറ്റലും പോകുന്നുണ്ട്, ഛർദ്ദൽ വരുന്നുണ്ട്. ഇത് കുറച്ച് മാത്രമേ നടക്കുന്നില്ല. സംഭവം വെച്ചാൽ 2 ആഴ്ചക്ക് ഒരു മുறை 14 ദിവസത്തേക്ക് അങ്ങനെ കുറേ ദിവസം നടക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്ത് നടപടിയെടുത്തു ഈ പരാതിയിൽ? കുട്ടികളുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ്, അതിന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് കോളേജ് മാനേജ്മെന്റിന് പറയാനുള്ളത്? കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പളുമായി നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു വിജയകുമാർ. പ്രിൻസിപ്പൽ പറയുന്നത്, കുട്ടികൾ പറഞ്ഞത് 100% സത്യമാണ്, തനിക്കത് ബോധ്യപ്പെട്ടത് തന്നെയാണ്, താൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മാനേജ്മെന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ ഈ പറയുന്ന കാറ്ററിംഗ് സ്ഥാപനമാണ് ഇത് ഇവിടെ വിളമ്പുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, വാണിംഗ് നൽകിയിട്ടുണ്ട്, അവരെന്താണെന്ന് പരിശോധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ കുട്ടികൾ പറയുന്നത് ഇത് മാത്രമല്ല, ഇത് സമാനമായ രീതിയിൽ 2 ആഴ്ച കൂടുമ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ പുഴുവിൻ്റെ ദൃശ്യങ്ങൾ കൂടി കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കോളേജ് മാനേജ്മെന്റ് വളരെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ മാനേജ്മെന്റ് അധികൃതർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഹോസ്റ്റലിന് മുൻപിൽ അല്പസമയം മുൻപ് നടത്തിയിരുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും മൗണ്ട് സിയോൺ ലോ കോളേജിലെ കുറേയധികം വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും ഒക്കെയായി, വയറുവേദനയും ഒക്കെയായി ആശുപത്രിയിൽ പോകുന്നത് പതിവാണ് എന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് സ്ക്വാഡിൻ്റെ ഒരു പരിശോധന ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. കൃത്യമായ വൃത്തിയുള്ള ഭക്ഷണം വിളമ്പണമെന്നൊരു ആവശ്യമാണ് കൃത്യമായ രീതിയിൽ അധികൃതരോട് വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെടാനുള്ള പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. അതിൽ ശാശ്വതമായ പരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പലരും നിരന്തരമായി ചികിത്സ തേടുന്നു. അങ്ങനെ അവരുടെ പരാതികൾ നീളുകയാണ്. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്.